പത്താൻ്റെ അകത്തുള്ള ഓറഞ്ച് കളർ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ എങ്ങനെ ഈ മാനസികാവസ്ഥ രൂപീകരിച്ചെടുക്കും? ആരുടെയൊക്കെ അടിമയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നൊരു പ്രൗഡായിട്ടാണ് പല വ്യക്തികളും ഇന്ത്യയിൽ കാണുന്നത്. ലീഗലി ഒന്നൊരു ബാൻ വന്നിട്ടില്ല. സിനിമയുടെ റിലീസ് അത് അനിശ്ചിതാവസ്ഥയിലായി എന്നുള്ളതാണ്. സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത്രയ്ക്കും സങ്കുചിതമായ ഒരു മാനസികാവസ്ഥയായിട്ട് ഉള്ള വ്യക്തികളാണ് ഈ സെൻസർ ബോർഡ് ഇരിക്കുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നമ്മുടെ സുരേഷ് ഗോപിയുടെ ഫിലിമാണ്. ആ പടം ഇറങ്ങാൻ മേലാത്തൊരവസ്ഥയോട്ടെത്തിയിരിക്കുകയാണ്. സെൻസർ ബോർഡുകാർ പറയുന്നത് അതിൻ്റെ പേര് മാറ്റണം, ജാനകി എന്ന് പറയുന്ന പേരിലൊക്കെ വലിയ പ്രശ്നമാണ്. പത്താൻ്റെ അകത്തുള്ള ഓറഞ്ച് കളർ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ചേർന്ന പേര്, കളറ്. അല്ല, ഈ ഒരു മാനസികാവസ്ഥ പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ എങ്ങനെ ഈ മാനസികാവസ്ഥ രൂപീകരിച്ചെടുക്കും? ഈ ഭൂമിയിൽ ചിന്തിക്കാൻ എന്തുമാത്രം കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഇന്ത്യയിലുള്ള പല മനുഷ്യരും 2025 കാര്യം അറിയത്തില്ല. അവരുടെ വീട്ടിലെ കലണ്ടർ 1925 കലണ്ടറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അവരുടെ ആശയങ്ങളും അവരുടെ നേതാക്കന്മാരും അവരുടെ നടന്മാരും, ഇവരൊക്കെ ആരിലൊക്കെ നടനും ആരാധകനും ഭക്തനുമാണല്ലോ. ഒരു നടൻ കാണും, ആ നടനൊരു രാഷ്ട്രീയമുണ്ട്, ആ നടനൊരു മതമുണ്ട്. അണികൾ, ആരാധകർ, ഭക്തർ, അവർ വേറൊന്നും കാണുന്നില്ല, വേറൊന്നും കേൾക്കുന്നില്ല. കാരണം അടിമ, ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള അടിമപ്പണി വീണ്ടും ഇങ്ങനെ ആരുടെയൊക്കെ അടിമയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നൊരു പ്രൗഡായിട്ടാണ് പല വ്യക്തികളും ഇന്ത്യയിൽ കാണുന്നത്. അതുകൊണ്ട് അവരുടെ ചിന്താഗതിയിൽ ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ മാറേണ്ട ഒരു കാലഘട്ടം എന്നാണ്. നമ്മൾ എയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞ പണ്ട് പുരാണങ്ങളിൽ പറഞ്ഞിരുന്നതെന്ന് പറയാൻ സാധ്യതയുണ്ട് പലരും. ഇനി പലരുടെ ആശയങ്ങൾ നമുക്കിടയിലോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ്? ഇന്ത്യൻ ഭരണഘടനയെ പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, നമ്മൾ ചെയ്യുകയും ചെയ്യണം. അതാണ് ഒരു വിഭാഗം ചേർന്ന് ആഗ്രഹിക്കുന്നത്. ഭാരതാംബ, പുതിയ ഫോട്ടോ, പുതിയ കൊടി കോമഡിയാകുന്നുണ്ട്. അവർ പക്ഷേ കോമഡിയല്ല, അവർ ഹീറോയിസ് ആക്കാനാണ് നോക്കുന്നത്. പക്ഷേ കാണുന്ന നമ്മൾക്ക് പലപ്പോഴും അതൊരു കോമഡിയായിട്ടാണ് തോന്നുന്നത്. എന്തിനാണ് ഇങ്ങനെ പരിഹാസ കഥാപാത്രമായിട്ട് ഓരോരുത്തരിങ്ങനെ ഓരോ ആശയമായിട്ട് വരുന്നെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് തോന്നിയിട്ട് കാര്യമില്ലല്ലോ, ഈ വരുന്നവർക്കൂടെ തോന്നണമല്ലോ. സുരേഷ് ഗോപിയുടെ പടം സെൻസർ ബോർഡ് ബാൻ ചെയ്തിരിക്കുകയാണ് ടെമ്പററി ആയിട്ട്. പക്ഷേ ലീഗലി ഒന്നൊരു ബാൻ വന്നിട്ടില്ല. എന്തൊക്കെ കുറച്ച് പ്രോബ്ലംസ് പറയുന്നുണ്ട്. നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. സിനിമയുടെ പേരിലാണ് സെൻസർ ബോർഡ് ഉടക്കിയതെന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ജാനകി എന്ന് പറയപ്പെടുന്ന പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് നിർമ്മാതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്നാണ്. ആ പേരും കഥാപാത്രത്തിന്റെ പേരും മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നിർമ്മാതാക്കൾ അവരുടെ നിലപാട് കടുപ്പിച്ചു. അങ്ങനെ ആ സിനിമയുടെ പേര് മാറ്റാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തതോടുകൂടിയാണ് ഇതിന്റെ റിലീസ് അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള പ്രവീൺ നാരായണൻ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലടക്കം ഒരു പോസ്റ്റ് ഇപ്പോൾ ഇതിനോടകം തന്നെ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് സിനിമയുടെ റിലീസ് അത് അനിശ്ചിതാവസ്ഥയിലായി എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടെ പുറത്തിറങ്ങാൻ കാത്തിരുന്ന ഒരു സിനിമയാണ്. ആ സിനിമയാണ് ഈ രീതിയിൽ ഇപ്പോൾ നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതല്ലെങ്കിൽ അതിന്റെ പ്രദർശനാനുമതി സെൻസർ ബോർഡ് നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് ജെ ഫനീന്ദ്രകുമാറാണ്. മാത്രവുമല്ല, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രത്യേകത സുരേഷ് ഗോപിയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു മാസ് പ്ലേ ആയിരിക്കും ചിത്രമെന്ന ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധയും ചർച്ചയും ഒക്കെ ഉണ്ടായ ഒരു സിനിമ. മാത്രവുമല്ല, ഈ ചിന്താമണി കൊലക്കേസ്, വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ചിന്താമണി കൊലക്കേസുമായിട്ടൊക്കെ പല കമ്പാരിസൺ ഇതിനോടകം തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ JSK സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണനുമായിട്ട് സംസാരിച്ചു. ഏറ്റവും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് രേഖാമൂലം അവർക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. ഷോക്കോസ് നോട്ടീസ് കിട്ടിയിട്ടില്ല. ഷോക്കോസ് നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വെർബലി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്,
ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിൻ്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത്രയ്ക്കും സങ്കുചിതമായ ഒരു മാനസികാവസ്ഥയായിട്ട് ഉള്ള വ്യക്തികളാണ് ഈ സെൻസർ ബോർഡ് ഇരിക്കുന്നത്. അവർക്ക് ഒരു ലീഗലിയുള്ള മൂവ് അല്ല ബിയോണ്ട് ഇംഗ്ലീഷും പറഞ്ഞ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജസ്റ്റ് പറയുവാണ് അങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുത്തരാത്ത മൊത്തം ഒരു ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ ഭാവിയിൽ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം പോലെയല്ല, ശ്രമം തന്നെ. നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്ന കളറേ ഇടാവുള്ളൂ, ഇന്ന കാര്യങ്ങളെ സംസാരിക്കാവുള്ളൂ, ഇന്ന കാര്യങ്ങളെ ചിന്തിക്കാവുള്ളൂ. ലീഗലി പോയത് സിനിമാ പ്രവർത്തകർക്ക് തന്നെ ഫേവറബിൾ ആയിരിക്കും. കാരണം അവരുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു, നീ ആ പേരുകൾ ഇപ്പം പടത്തിലെ പേര് മാത്രമല്ല, ആ ക്യാരക്ടറിൻ്റെ പേര് തന്നെ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് ഇനി മാറ്റണം, വേറെ ഡബ് ചെയ്യണം. മെനക്കെട്ടൊരു പണിയാണ്. അല്ല, ഇങ്ങനെ ഒരു നിലപാടുമായിട്ട് ഇങ്ങനൊരു മാനസികാവസ്ഥയായിട്ട് സെൻസർ ബോർഡിലൊക്കെ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇവരൊരു വിഭാഗം ചേർന്ന് അവരുടെ മാനസിക നില അനുസരിച്ച് ഓരോന്നും ചിന്തിക്കുകയാണ്. ഇങ്ങനെ മതവും ജാതിയും ഒക്കെ ചിന്തിക്കുന്ന വ്യക്തികളാകുമ്പം അവരുടെ ചിന്താഗതി എൻ്റെ ഡിഫറെൻ്റാണ്. അവരെപ്പോലുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം സിനിമയ്ക്ക് ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാനും സാധ്യത വളരെ കുറവാണ്. സിനിമ ചെയ്യുമ്പം ഒരു ഫ്രീഡം വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിനി സ്ക്രിപ്റ്റെല്ലാം പടത്തിൻ്റെ കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് കാണിക്കണോ? എൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇതാണ്, നോക്കിയിട്ട് പറയുക, ഇത് മതിയോ, ഇതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോയാൽ മതിയോ, പ്രശ്നമുണ്ടോ? എല്ലാ പടവും തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റൊക്കെ അവരെ കൊണ്ട് കാണിച്ച് അവർ വായിച്ച് നോക്കി അവരുടെ കൺസെൻറ്റ് മേടിച്ചിട്ടാണ് നമ്മൾ പടം ചെയ്യേണ്ടത്. അല്ല, ഒരു മനുഷ്യൻ്റെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തൊരു ഗതിയിലോട്ട് പോകുന്നു. പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ പടത്തിന് നായകനായിരിക്കും സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഉപയോഗിച്ചാൽ ഈ സെൻസർ ബോർഡിൻ്റെ ബാൻ മാറ്റാൻ പറ്റില്ല എന്ന് സുരേഷ് ഗോപിക്ക് ഇവരുടെ ഡയറക്ടർ സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. സുരേഷ് ഗോപി ഉപയോഗിച്ചാൽ ഇത് സംസാരിച്ച് തീർക്കാൻ കോംപ്രമൈസ് ആക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇവരുടെ പൊളിറ്റിക്കൽ ആശയങ്ങളോട് യോജിക്കുന്ന ഇവരുടെ മിനിസ്റ്ററാണ്. അപ്പം ഇവരുടെ പാർട്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മിനിസ്റ്ററാണ്. സ്വാഭാവികമായിട്ട് പുള്ളിയായിട്ടൊരു ആത്മബന്ധമുള്ള ഒരാളല്ലോ അവരെല്ലാവരും. പുള്ളിയുടെ ഒരു പടം തിയേറ്റർ റിലീസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ സെൻസർ ബോർഡിന് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകാത്ത. എന്താണെങ്കിലും ഈ ഗതി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സിനിമകൾ എടുക്കാൻ മേലാത്തൊരവസ്ഥ എടുത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.